ഈസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ ജീവിതം എന്ന് പറയുന്നത് വളരെയേറെ ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് മാറും. ഞാൻ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പഠിത്തത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാർഡായിട്ടുള്ള കാര്യമാണ് പഠിത്തം, അല്ലേ? എന്നാൽ എക്സാമിന് 1 മാസം മുമ്പെങ്കിലും ഫ്രണ്ട്സ്, പാർട്ടി ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ ആരംഭിച്ചാൽ എക്സാം നമുക്ക് വളരെ ഈസിയാകും. ഏത് കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും, പക്ഷെ അടുത്തെത്തുമ്പോഴേ വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കാനാകും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഹാർഡായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തി ബ്രേക്ക് ചെയ്ത് സിമ്പിളായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. ദെൻ ലൈഫ് ബിക്കംസ് ഈസിയർ ടു യുവർ സെൽഫ്. നമ്മുടെ ആവശ്യം നേടാൻ വേണ്ടി മറ്റൊരാൾ നമ്മളെ പുറകിൽ നിന്ന് പുഷ് ചെയ്യില്ല. നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. എക്സാമിന് ഗുഡ് ഗ്രേഡ്സ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് സ്വയം തീരുമാനമെടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ മടിയനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ്. അതെ, ഇറ്റ്സ് ഹാർഡ്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടേറിയതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് തയ്യാറാവുക. ഇഫ് യു ഇറ്റ്സ് ഹാർഡ്, ഡു ഇറ്റ് ഹാർഡ്. കഠിനമായി തോന്നുന്നുവെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കുക. പരിശ്രമം നിർത്താനായി നിങ്ങൾ നിങ്ങളെ തന്നെ നിർബന്ധിക്കരുത്. ഡോണ്ട് അലൗ ദിസ് ടു സ്റ്റോപ്പ് യു. നിങ്ങൾ നിരന്തരമായി പുഷ് ചെയ്ത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതായത് നിരന്തരം കഠിനമായി പരിശ്രമിക്കുക. പുതിയ ആശയങ്ങൾ ചികഞ്ഞെടുത്ത് പരിശ്രമിക്കുക. എല്ലാം തന്നെ ബുദ്ധിമുട്ടേറിയതാണ്. ഒന്നും തന്നെ എളുപ്പമായിട്ടില്ല. നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കാനില്ല. എന്നാൽ നിങ്ങൾക്ക് കഴിയുമെന്ന് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്താൽ യു ക്യാൻ മേക്ക് ദിസ് സക്സസ്. I think you all get a good motivation from this video, and if you like, please subscribe our channel and like it, and don't miss to press the bell icon. And for more information, follow me on Instagram. Bye.